ഹലോ ആൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സൈമൺ ഷെറി എഴുതിയിട്ടുള്ള ജെൻഡർ ഇൻ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പുസ്തകത്തിലെ 43-55 പേജസിൽ വരുന്ന കാര്യങ്ങളാണ്. അതായത് അതിൽ പറയുന്നത് എൻ്റർ ദ ട്രാൻസ്ലേറ്ററസ് ആൻഡ് അഫ്രാബൻ ദ ട്രാൻസ്ലേറ്ററസ് ഇൻ ഹർ പേഴ്സൺ സ്പീക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യം നമുക്ക് എൻ്റർ ദ ട്രാൻസ്ലേറ്റേഴ്സിനെ പറ്റി പറയാം. അതിനുശേഷം നമുക്ക് അഫ്രാബൻ ദ ട്രാൻസ്ലേറ്റേഴ്സ് ഇൻ ഹർ പേഴ്സൺ സ്പീക്സ് പറയാം. ഓക്കെ, എന്താ ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് വെച്ചാൽ എ വുമൺ ഹു ട്രാൻസ്ലേറ്റ് എന്നുള്ളതാണ് ട്രാൻസ്ലേറ്റേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിനൈസൻസ് പീരീഡിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ സമയത്താണ് നമുക്ക് ട്രാൻസ്ലേറ്റേഴ്സിൻ്റെ വരവുകൾ കാണാനായിട്ട് പറ്റുന്നത്. അതായത് വുമൺ ട്രാൻസ്ലേറ്റേഴ്സിൻ്റെ വരവ് കണ്ടത് എപ്പോഴാണ്? റിനൈസൻസ് പീരീഡിലാണ്. അതായത് അവരെ പറ്റി കൂടുതൽ അറിഞ്ഞു തുടങ്ങിയത് റിനൈസൻസ് പീരീഡിലാണ്. അതാണ് കറക്റ്റായിട്ടുള്ള ഒരു ടേം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അതിനു മുമ്പും ഈ സ്ത്രീകൾ എഴുതുമായിരുന്നു, പക്ഷേ അവരെന്താണ് ആരും അറിഞ്ഞിരുന്നുണ്ടായിരുന്നില്ല. പക്ഷേ റിനൈസൻസ് പീരീഡിൽ അവരുടെ വോയിസ് കുറേ കൂടി ഉയരാനായിട്ട് തുടങ്ങി. പിന്നീട് പറയുന്നത് നമ്മുടെ 16th സെഞ്ച്വറിയെ ഡൗഗ്ലസ് റോബിൻസൺ വാച്ച് ചെയ്തത് സോ ദ ബിഗിനിങ് ഓഫ് വാട്ട് ഹീ കാൾസ് ദ ഫെമിനൈസേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷനിൽ തന്നെയുള്ള ഫെമിനൈസേഷൻ ആയിട്ടാണ് 16th സെഞ്ച്വറിയെ ഡൗഗ്ലസ് റോബിൻസൺ കാണുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അതായത് 16th സെഞ്ച്വറിയിലാണ് ട്രാൻസ്ലേഷൻ്റെ ഒരു ഫെമിനിക്കൽ അല്ലെങ്കിൽ അതിനൊരു ഫെമിനൈൻ ടച്ച് വരുന്നത് എപ്പോഴാണ്? 16th സെഞ്ച്വറിയൊക്കെ കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ റിനൈസൻസിൻ്റെ കാലഘട്ടത്തിൽ, അതായത് ഇംഗ്ലണ്ടിൽ നോക്കുകയാണെങ്കിൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് കരുതപ്പെട്ടിരുന്നത് ഏതാണ്? ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള വുമണിൻ്റെ ആക്ടിവിറ്റി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് 16th സെഞ്ച്വറി കണക്കാക്കിയിരുന്നത്. അപ്പോൾ ഈ ഒരു ജെൻഡർ ഇൻ ട്രാൻസ്ലേഷനിലൂടെ നമ്മുടെ സൈമൺ ഷെറി ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന രണ്ട് ചോദ്യങ്ങളെന്ന് വെച്ചാൽ, ഈ ട്രാൻസ്ലേഷനിലൂടെ വുമണിനെ അങ്ങ് മാറ്റി നിർത്തപ്പെടുകയാണോ ചെയ്തത്, അതോ അവർ അത്രയും നാൾ സഹിച്ച ആ ഒരു സൈലൻസിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുകയാണോ ചെയ്തതെന്നും ചോദിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് പിന്നീട് അദ്ദേഹം പറയുന്നു നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടതാണ്. അതായത് പണ്ട് നമ്മൾ വുമൺ എന്തെങ്കിലും എഴുതിയാലോ അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്താലോ അതിനെയൊക്കെ സൊസൈറ്റി അല്ലെങ്കിൽ വെസ്റ്റേൺ കൾച്ചേഴ്സ് എന്തായിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്? വളരെ അഗ്രസീവായിട്ടുള്ള ബിഹേവിയർ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. അതുമാത്രമല്ല, ഓതർഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അത് മെയിൽ ആക്ടിവിറ്റി ആണ് എന്നുള്ളൊരു സ്റ്റീരിയോ ടൈപ്പും ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വന്തമായിട്ടൊരു സ്ത്രീ അവരുടെ പേര് വെളിപ്പെടുത്തുകയാണെങ്കിൽ അവരെ സൊസൈറ്റി എങ്ങനെയാണ് കണ്ടിരുന്നത്? ഒരു ബാഡ് വുമൺ ആയിട്ടാണ് കണ്ടിരുന്നത്. സോ ഈ വുമൺ എല്ലാം പണ്ട് കാലത്ത് എഴുതിയിരുന്നത് അവരുടെ പെൻ നെയിമിലോ, പെൻ നെയിം എന്ന് പറയുന്നത് മെയിൽ നെയിം ആയിരിക്കും, പെൻ നെയിമിലോ അല്ലെങ്കിൽ ഒരു മെയിലിൻ്റെ നെയിമിനോ ഒക്കെ ആയിരിക്കും അവർ എഴുതിയിരുന്നത്. ബിക്കോസ് സൊസൈറ്റി വ്യൂ ദം ആസ് എ ബാഡ് വുമൺ. പിന്നെന്താണ്, ഈ ട്രാൻസ്ലേഷനിലൂടെ വുമണിനൊരു ഇൻവോൾവ്മെൻറ്റ് കിട്ടിയല്ല, അതായത് ലിറ്റററി കൾച്ചറിൽ അവർക്കൊരു നേട്ടം വന്നു എന്നാണ് നമ്മുടെ സൈമൺ ഷെറി പറയുന്നത്. ഇനി പിന്നെ പറയുന്നത് റിലീജിയൻ്റെ കാര്യമാണ് കേട്ടോ. അതായത് റിലീജിയൻ എമേർജസ് ആസ് ആൻ ഏരിയ ത്രൂ വിച്ച് സം വുമൺ വെർ ഏബിൾ ടു കോൺട്രിബ്യൂട്ട് ടു ദി കൾച്ചറൽ ആക്ടിവിറ്റീസ് ഓഫ് ദർ ഏജ്. അതായത് റിലീജിയൻ വന്നതോടുകൂടി ചില സ്ത്രീകൾക്ക് എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി? അതായത് അവർക്ക് അവരുടെ കാലഘട്ടത്തുള്ള കൾച്ചറൽ ആക്ടിവിറ്റീസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റി തുടങ്ങി. അതായത് അവർ ട്രാൻസ്ലേറ്റ് ചെയ്തു, പബ്ലിഷ് ചെയ്തു. അതായത് ഒരുപാട് റിലീജിയസ് വർക്കുകൾ ആൾക്കാർ പബ്ലിഷ് ചെയ്യാനായിട്ട് തുടങ്ങി, സ്ത്രീകൾ എഴുതാനും പബ്ലിഷ് ചെയ്യാനും ഒക്കെ തുടങ്ങി. റിലീജിയൻ പ്രോബബ്ലി പ്രിവെൻറ്റഡ് മെനി വുമൺ ഫ്രം റൈറ്റിംഗ് ഓൺ സെക്യുലർ സബ്ജക്റ്റ്. അതായത് സെക്യുലർ എന്ന് പറയുമ്പോൾ നോൺ റിലീജിയസ് ആയിട്ടുള്ള സബ്ജക്റ്റുകളൊന്നും ഈ സ്ത്രീകൾക്ക് എഴുതാനായിട്ട് പറ്റില്ല. അതായത് ഫുൾ റിലീജിയസ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ മാത്രമേ എഴുതാൻ പാടുള്ളായിരുന്നു സ്ത്രീകൾക്ക്. അതായത് ഇംഗ്ലണ്ടിൽ റിഫോർമേഷൻ പീരീഡിൻ്റെ കാലഘട്ടത്തിൽ സ്ത്രീകൾ ആരും എഴുതാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു ഡിസ്കറേജ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ റിലീജിയസ് ടെക്സ്റ്റുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് അവർ സമ്മതിച്ചു. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ആ ഒരു കാലഘട്ടം, ഇംഗ്ലണ്ടിലെ റിഫോർമേഷൻ കാലഘട്ടത്തിലുള്ള വർക്ക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ ട്രാൻസ്ലേഷൻസ് എന്ന് പറയുന്നത് മുഴുവനും റിലീജിയസ് ആയിട്ടുള്ള സബ്ജക്റ്റുകളായിരിക്കും. പിന്നീട് പറയുന്നത് ഇംഗ്ലണ്ടിൽ തന്നെ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ജീവിക്കുന്ന സ്ത്രീകളായിക്കോട്ടെ, അതായത് ഭയങ്കര ലേൺഡ് ആയിട്ടുള്ള സ്ത്രീകളായിക്കോട്ടെ, അവർക്കും ഒക്കെ
അവരും ആകെ ചെയ്യുന്നത്, അവർക്കൊന്നും അത്രയും നോളജ് ഉണ്ടെങ്കിലും അവർക്കത് എഴുതാൻ സാധിക്കില്ലായിരുന്നു. അവരെല്ലാം മറ്റൊരാളുടെ വർക്കിനെ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന ആ ഒരു പണി മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത 2 വ്യക്തികളെ പറയുന്നുണ്ട്, മേരി സിഡ്നി ആൻഡ് മാർഗരറ്റ് മോർ. മാർഗരറ്റ് മോർ എന്ന് പറയുന്നത് തോമസ് മോറിൻ്റെ ഡോട്ടറാണ്. മേരി സിഡ്നി ട്രാൻസ്ലേറ്റഡ് ആൻറ്റഗണി. നമ്മുടെ ആൻറ്റഗണി എന്ന് പറയുന്ന പ്ലേ ഇല്ലേ, ആൻറ്റഗണി എന്ന് പറയുന്ന ഒരു പ്ലേയെ മേരി സിഡ്നി ട്രാൻസ്ലേറ്റ് ചെയ്തു. ആൻറ്റഗണിയിൽ ക്ലിയോപാട്രയ്ക്ക് വലിയ ക്ലിയോപാട്ര ഒരു നമ്മളൊരു സിമ്പതറ്റിക് വ്യൂവിലല്ല കണക്കാക്കുന്നത്. പക്ഷേ മേരി സിഡ്നി ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ആൻറ്റഗണിയിലുള്ള ക്ലിയോപാട്ര എന്ത് ചെയ്തു, ഒരു പോസിറ്റീവ് ലൈറ്റിൽ കൊണ്ടുവന്നു. അതായത് ഈ ആൻറ്റഗണി എന്ന് പറയുന്ന പ്ലേ അറിയപ്പെടുന്നത് ഫസ്റ്റ് സെക്യുലർ പ്ലേ ആണ്. അതായത് ഒരു വുമൺ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ഫസ്റ്റ് സെക്യുലർ പ്ലേ ആയിട്ടാണ് ആൻറ്റഗണിയെ കണക്കാക്കുന്നത്. ഇത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉയർത്തുന്നുണ്ട്. അതായത് മസ്കുലൈൻ ഫെമിനൈൻ വെർച്യൂ അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ആൻഡ് അതുമാത്രമല്ല ആ ഒരു അഡൾട്രസ് ലവിനെ ഒരു സിമ്പത്തറ്റിക് വ്യൂവിലാണ് കാണുന്നത്. അഡൾട്രസ് ലവ് എന്ന് പറയുമ്പം ഇല്ലീഗൽ അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ ലവ് ആണ്. അതിനെ ഒരു സിമ്പത്തറ്റിക്കൽ ലൈറ്റിൽ എന്ത് ചെയ്യാണ്, മേരി സിഡ്നി വ്യൂ ചെയ്യാണ്. പിന്നീട് ടൈലർ എന്ന് പറയുന്നൊരു വ്യക്തിയെ പറ്റി പറയുന്നുണ്ട്. ആ ഒരു സ്ത്രീയും അവർ അരിസ്റ്റോക്രാറ്റിക് ഒന്നും അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് എഴുതാനോ വായിക്കാനോ ഒന്നും ഉള്ള അവകാശം ഇല്ലായിരുന്നു. പക്ഷേ ടൈലർ തങ്ങളുടെ റീഡറിനോട് പറയുന്നത് എൻ്റെ ജെൻഡർ നോക്കേണ്ട കാര്യമില്ല, എൻ്റെ സെക്സ് നോക്കേണ്ട കാര്യമില്ല, ഞാൻ എഴുതുന്ന സ്റ്റോറി മാത്രം നോക്കുക എന്നുള്ളതാണ്. അതുമാത്രമല്ല ടൈലർ പറയുന്നത്, ഇപ്പോൾ ഒരു മാൻ വുമണിനെ പറ്റി ഓരോ കാര്യങ്ങൾ എഴുതുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ട് വുമണിന് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് റെസ്പോൺസ് ചെയ്തുകൂടാ എന്നൊക്കെ ഉള്ള ഒരു തോട്ടുള്ള അത്യാവശ്യം ഫെമിനിസ്റ്റിക് വ്യൂ ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു ടൈലർ എന്ന് പറയുന്നത്. ആൻഡ് ഈ വുമൺ റൈറ്റേഴ്സ് എല്ലാം തന്നെ അവരുടെ ട്രാൻസ്ലേഷൻസിൽ പ്രിഫൈസ് വയ്ക്കുമായിരുന്നു. പക്ഷേ പണ്ട് കാലഘട്ടത്തിൽ ഇപ്പോൾ ഇൻ കേസ് ഒരു വുമൺ റൈറ്റിംഗ് എഴുതി കഴിഞ്ഞാലും പ്രിഫൈസ് വയ്ക്കാനുള്ള ഒരു അധികാരം അവർക്കില്ലായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ റൈറ്റേഴ്സ് എല്ലാം തന്നെ എന്ത് ചെയ്യുമായിരുന്നു, പ്രിഫൈസ് അവരുടെ ട്രാൻസ്ലേഷൻസിൽ വയ്ക്കുമായിരുന്നു. ആൻഡ് നമ്മളൊരു പ്രിഫൈസ് വയ്ക്കുക എന്ന് പറയുമ്പം അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, നമുക്ക് പബ്ലിക്കിനോടുള്ള ഒരു ഒപ്പീനിയൻ ഒന്ന് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അവിടെ തന്നെ ഉദ്ദേശിക്കുന്നത്. ലേഡി എലിസബത്ത് ഒക്കെ അത്തരത്തിൽ എഴുതിയിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം, ഒരു സ്റ്റാറ്റസ് ഓഫ് ഓതർഷിപ്പ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വുമണിന് അല്ലെങ്കിൽ ആ ഒരു വുമണിനെ ഹെൽപ്പ് ചെയ്ത ഒരു മീഡിയമാണ് ട്രാൻസ്ലേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത്രയാണ് എൻ്റർ ദ ട്രാൻസ്ലേറ്റേഴ്സിലൂടെ പറയുന്നത്. ആ ഒരു ട്രാൻസ്ലേറ്റർ വുമൺ ട്രാൻസ്ലേറ്റേഴ്സ് എങ്ങനെയായിരുന്നു, അവർ ഫേസ് ചെയ്ത സഫറിങ്സ് എന്തൊക്കെയാണ്, അവർ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഇത്തരത്തിൽ ഒരു സ്റ്റാറ്റസ് ഓഫ് ഓതർഷിപ്പ് അറ്റൈൻ ചെയ്തത് എന്നുള്ളതാണ് എൻ്റർ ദ ട്രാൻസ്ലേറ്റേഴ്സിനകത്ത് പറയുന്നത്. ഇനി പറയാൻ പോകുന്നത് അഫ്ര ബെൻ ദ ട്രാൻസ്ലേറ്റേഴ്സ് ഇൻ ഹർ പേഴ്സണൽ സ്പീക്സ് എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അഫ്ര ബെൻ എന്ന് പറയുന്ന ഒരു പോയറ്റാണ്, ഒരു ട്രാൻസ്ലേറ്ററാണ്. അവരുടെ റൈറ്റിംഗ് കരിയർ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരു പുതിയ ഒരു ന്യൂ ലൈറ്റായിരുന്നു. അതായത് സ്ത്രീകളിലൊക്കെ ഒരു പുതിയ ഉണർവ് വരുത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അഫ്ര ബെൻ എന്ന് പറയുന്നത്. ഇവർ ഒരുപാട് അഫ്ര ബെൻ ഈസ് എ വുമൺ റൈറ്റർ. ഓക്കെ, അവർ ഒരുപാട് ഫേമസ് ആയിരുന്നു. വുമൺ റൈറ്റേഴ്സിൽ പ്രൊലിഫിക് ആയിട്ടുള്ള വുമൺ റൈറ്റേഴ്സിലൊക്കെ വളരെ ഫേമസ് ആയിരുന്നു. ഇവരുടെ കാലഘട്ടത്തിലായിരുന്നു ഈ ജോൺ ഡ്രൈഡൻ, വില്യം വൈഷേർലി ഒക്കെ ഉണ്ടായിരുന്നത്. അവരോടൊപ്പം തന്നെ ഫേമസ് ആയിട്ട് നിന്ന ഒരു ഫസ്റ്റ് പ്രൊഫഷണൽ വുമൺ റൈറ്ററാണ് അഫ്ര ബെൻ എന്ന് പറയുന്നത്. ട്രാൻസ്ലേഷനെ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്രിയേറ്റീവ് ആക്ടിവിറ്റി ആയിട്ടാണ് റെസ്റ്റോറേഷൻ റൈറ്റേഴ്സ് കണ്ടിരുന്നത്. പക്ഷേ അഫ്ര ബെൻ ഇതിനെ കണ്ടിരുന്നത് അവർക്ക് അവർ ഒരുപാട് ഫിനാൻഷ്യലി ബാക്കിലോട്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ അഫ്ര ബെൻ എന്ത് ചെയ്യുന്നത്, ഈ ട്രാൻസ്ലേഷനിലേക്ക് വരുന്നത് തന്നെ, അങ്ങനെ ഒരു ജോലി ഏറ്റെടുക്കുന്നത് തന്നെ ഡ്യൂ ടു ഹർ ഫിനാൻഷ്യൽ റീസൺസ് ആയിരുന്നു. പക്ഷേ അവർ പൈസയുടെ അത്യാവശ്യം കൊണ്ടാണ് ചെയ്തതെങ്കിലും വളരെ ഇൻട്രസ്റ്റോട് കൂടി തന്നെയായിരുന്നു എന്ത് ചെയ്തിരുന്നത്, അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവരുടെ തന്നെ ഒരു വർക്ക് ഉണ്ടായിരുന്നു, ഉറോനോക്ക് എന്ന് പറയുന്നതായിരുന്നു ആ വർക്ക് എന്ന് പറയുന്നത്, OROONOKE. അപ്പോൾ ഈ ഒരു വർക്ക് ഇവർ ഫ്രഞ്ചിലോട്ടൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 1745. അപ്പോൾ ഒരുപാട് പ്രിൻറ്റിംഗ് ഒക്കെ നടന്നു എന്നാണ് പറയുന്നത്. പിന്നീട് ഇതിൽ പറയുന്നത് മെൻ ട്രാൻസ്ലേറ്റേഴ്സും വുമൺ ട്രാൻസ്ലേറ്റേഴ്സും തമ്മിലുള്ള ഒരു ചെറിയ ഡിഫറൻസ് ഒരു 2 സെൻറ്റൻസിലായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അതായത് മെൻ
എപ്പോഴും ട്രാൻസ്ലേഷൻ ചെയ്യുന്നത് ക്ലാസിക്കൽ ലാംഗ്വേജസിൽ നിന്നുള്ള ട്രാൻസ്ലേഷൻസ് ആയിരിക്കും മെൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വുമൺ ആണെങ്കിലോ, വുമൺ ട്രാൻസ്ലേറ്റഡ് ഫ്രം കണ്ടംപററി യൂറോപ്യൻ ലാംഗ്വേജസിൽ നിന്നാണ് വുമൺ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ചില വുമൺ റൈറ്റേഴ്സ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ആംഗ്ലോ സാക്സൺ പീരീഡിലുണ്ടായിരുന്ന ഇമ്പോർട്ടൻ്റ് വർക്ക്സിനായിരുന്നു ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അഫ്ര ബെൻ ഒരു ക്ലാസിക്കൽ സ്കോളർ അല്ല എങ്കിലും അവർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതെല്ലാം ലാറ്റിനിൽ നിന്നും അതുപോലെ തന്നെ ഫ്രഞ്ചിൽ നിന്നുമൊക്കെ ആയിരുന്നു. ബെന്നിൻ്റെ വെർഷനെ നമ്മൾ പറയുന്ന ഒരു ലൂസ് പാരാഫ്രൈസിലാണ് അവർ എഴുതുന്നതെന്ന് പറയുന്നുണ്ട്. അതായത് ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു സ്റ്റൈലായിരുന്നു ഈ ലൂസ് പാരാഫ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ബെൻ സ്വന്തമായി അവരുടേതായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റൈറ്റിംഗ് അവിടെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ട് ഓൾറെഡി പറഞ്ഞു. ബെന്നിൻ്റെ ട്രാൻസ്ലേഷൻസ് എന്ന് പറയുന്നത് കൂടുതലും ഫ്രഞ്ചിൽ നിന്നൊക്കെ ആണെന്ന്. അതാകുമ്പോൾ അതിൽ ഫിക്ഷൻസും പ്രോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ഇനി ബെന്നിൻ്റെ ലൈഫ് പറയുകയാണെങ്കിൽ വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു അവർക്കുള്ളത്. അവർ ഇടയ്ക്ക് വെച്ച് സുറിനാം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവരുടെ 20ാമത്തെ വയസ്സിലാണ് പോകുന്നത്. ഫാമിലി കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ സുറിനാം എന്ന് പറയുന്ന സ്പോട്ടിലെത്തിയിട്ട് അവരെന്ത് ചെയ്തു, അവിടെയുള്ള സ്ലേവ്സിനെ അപ്ബ്രിങ് ചെയ്യാനായിട്ട് അവരെ ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ലണ്ടനിൽ വെച്ചിട്ട് ഇവർക്ക് എന്തോ കടം കാരണം പ്രിസണിലൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ പൈസ കിട്ടാൻ വേണ്ടി, അതായത് മണി ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, ഒരു പ്ലേ റൈറ്റ് ആയിട്ട് മാറി. ഓക്കെ. Beyond financial necessity, she will have been attracted to the medium of prose translation for intellectual and personal reason. അപ്പോൾ ഫിനാൻഷ്യൽ നെസസിറ്റി ആവശ്യമുണ്ട്, ഫിനാൻഷ്യലി അവർക്ക് ആവശ്യമുള്ളതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇതിലേക്ക് വരുന്നത്. പക്ഷേ എന്നാലും ഇവരുടെ ട്രാൻസ്ലേഷൻസ് എന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽ പരമായിട്ടും പേഴ്സണൽ റീസൺസ് കൊണ്ടുമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഇവരെന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ലേറ്റിംഗ് പ്രൊവൈഡഡ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ബെൻ ടു എൻ്റർ ഇൻ ടു കോൺട്രവേഴ്സീസ് ഓൺ സയൻസ്, റിലീജിയൻ ആൻഡ് ഫിലോസഫി. ഫിലോസഫിയിലേക്ക് ഒക്കെ എൻ്റർ ചെയ്യാനായിട്ട് ബെന്നിന് സഹായിച്ചത് ഈ ഒരു ട്രാൻസ്ലേഷനിലൂടെയാണ്. പിന്നെ പറയുന്നത് ബെൻ എന്ന് പറയുന്നത് ഒരു പാസീവ് അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ ട്രാൻസ്ലേറ്ററാണ്. അവരുടെ വർക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ഒരു ക്രിയേറ്റീവ് എഫേർട്ട് നമുക്ക് അവരുടെ വർക്ക്സിലൂടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് her work as a writer, but shows as well as that the translatress can speak in her own person. അപ്പോൾ ഇവരുടെ വർക്കുകളിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു ടൈറ്റിൽ സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ദ ട്രാൻസ്ലേട്രസ് ഇൻ ഹർ പേഴ്സൺ സ്പീക്സ്. അതിൽ പറയുന്നത് പോലെ ദ ട്രാൻസ്ലേട്രസ് ക്യാൻ സ്പീക്ക് ഇൻ ഹർ ഓൺ പേഴ്സൺ. ഓരോ ട്രാൻസ്ലേറ്റേഴ്സിനും ഓരോ വുമൺ റൈറ്റേഴ്സിനും തങ്ങളുടെ ഉള്ളിലുള്ള, അതായത് ഹർ ഓൺ പേഴ്സൺ എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ആ ഒരു സംസാരിക്കാനുള്ള അവകാശമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള എബിലിറ്റി ഉള്ള വുമൺ ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട് എന്നാണ് നമ്മുടെ പറയുന്നത്, അഫ്ര ബെൻ പറയുന്നത്. ഇതാണ് നമ്മുടെ സൈമൺ ഷെറിയുടെ എൻ്റർ ദ ട്രാൻസ്ലേറ്റേഴ്സ് ആൻഡ് അഫ്ര ബെൻ ദ ട്രാൻസ്ലേറ്റേഴ്സ് ഇൻ ഹർ പേഴ്സൺ സ്പീക്സ് എന്ന് പറയുന്ന പേജ് 43 to 55 എന്ന് പറയുന്ന ആ ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഹോപ്പ് യു ഗെറ്റ് ദി പോയിൻറ്റ്. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെന്നാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരുപാട് വീഡിയോസ് ഇതുപോലെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.